മരത്തിലുള്ള പിയോണിയാട്ടോ. ഒരുപാട് കളറുകളുണ്ട് കേട്ടോ പിയോണി. കടന്നിട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോസുകളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കുമ്പോൾ ഇവിടെ തണുപ്പൊക്കെ മാറി വരുന്നുണ്ടായിരുന്നുള്ളൂ. സ്പ്രിങ്ങിൻ്റെ സമയമായിരുന്നു. മരത്തിൻ്റെ ഇലകളൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മരത്തിൻ്റെയൊക്കെ ആയിരുന്നാലും ഫുള്ള് ഇലകളൊക്കെ വന്ന് ചില ചെടികളുമൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ റോസുമ്മയൊക്കെ കേട്ടോ പൂ ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമ്മുടെ മറ്റേ ഡാലിയ, സീനിയ അങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര അങ്ങോട്ട് ചൂടായിട്ടില്ല. രാത്രിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട്. വെയിലിൽ നല്ല ചൂടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മണ്ണ് ഇങ്ങനെ ഐസൊക്കെ വീണിട്ട് തണുത്ത് കിടക്കാനുണ്ട്. അപ്പം മണ്ണിനൊക്കെ നല്ല ചൂട് വന്നാൽ മാത്രമേ നമ്മൾ നട്ടേക്കണ ചെടികളൊക്കെ പൊന്തുള്ളൂ. അതുകൊണ്ട് തന്നെ സീനിയൊക്കെ ആയിരുന്നാലും ഇപ്പോഴും നട്ട പോലെ തന്നെ ഇരിക്കുന്നത്. സീനിയ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വിത്ത് എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറേ വിത്തുകൾ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു നടാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മാസമായിട്ടുണ്ട്. കാരണം വിത്തുകൾ നട്ടുകഴിഞ്ഞപ്പോൾ നിറച്ചിങ്ങനെ തിങ്ങി വന്നേ. അപ്പോൾ അതൊന്ന് കുറേശ്ശൊക്കെ നമ്മൾ പറിച്ച് മാറ്റിയാൽ ബാക്കിയുള്ളതിനൊക്കെ വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ചില സമയത്തൊക്കെ അത്യാവശ്യം ചൂട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇനി അങ്ങോട്ടേക്ക് ചൂടായിരിക്കുന്നതായിരിക്കും. അങ്ങനെ തൈകൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം കൊണ്ടുവന്ന് നടും. പിന്നെ ഇവിടെ അണ്ണാനുണ്ട് കുറേ. അണ്ണാൻ വന്നിട്ട് നമ്മുടെ കൈയുടെ മണമൊക്കെ എവിടെയൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ചെന്നിട്ട് ഈ അണ്ണാൻ മാന്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ തൈകൾ അങ്ങനെ പോകും. ഇപ്പോൾ ഒരു 3 ട്രിപ്പ് ഇപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കുഞ്ഞിതാണ്, ഒന്നും വലുതായി വന്നു തുടങ്ങിയിട്ടില്ല. റോസും അത്യാവശ്യം നന്നായിട്ട് പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുള്ളൂ. ഇങ്ങനെ മുട്ട ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുള്ളൂ. ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഫുള്ള് പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് റോസാപ്പൂവൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ നമുക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ ഹൗസിൽ നമുക്ക് ചീരയ്ക്കും അത്യാവശ്യം നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് പാകമായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് പിള്ളേരെല്ലാവരും വരുന്നുണ്ട്. അലീനയും നീനയും വന്നു. പിന്നെ നീയ 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചീരയൊക്കെ പറിച്ചിട്ട് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഗ്രീൻ ഹൗസിൽ പോട്ടെ നമ്മുടെ ചീരയൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ വേറെ ഒന്നും ആയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അറിയില്ല ഈ വർഷം എനിക്ക് തോന്നണം. പിന്നെ നമ്മുടെ ഈ സൈഡിൽ നമുക്കിങ്ങനെ വെള്ളപ്പൂ ഉണ്ടാവുന്ന ചെടി നിൽക്കണില്ല, അതുമൊന്നും പൂവേ ആയിട്ടില്ല. മുന്തിരിമ ഈ വർഷം നമുക്ക് നന്നായിട്ട് മുന്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് മുന്തിരിമ ഒരു തരം കേട് വരുന്നുണ്ടായിരുന്നു, ഇലയമ്മ. പക്ഷെ ഇവിടെ നമുക്ക് പച്ചക്കറികളുമൊന്നും നമുക്ക് അങ്ങനെ ഒരു കേടും ഇല്ല. പക്ഷേ ഈ മുന്തിരിയുടെ ഇലയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലവർക്ക് അറിയായിരിക്കും അതിനെന്താ ചെയ്യാമെന്ന്. ഞാൻ നീമോയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുത്തു. ഈ വർഷം ഞാൻ ഇങ്ങനെ ഇലയമ്മ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇല ചുരുണ്ട് അങ്ങനെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അതുമ്മ ഒരു തരം പ്രാണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് അത് ചാഴി എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പച്ചക്കറികളുമേ പയറുമേ ഒന്നുമേ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഈ മുന്തിരിയും മാത്രമേ കാണുന്നത്. അപ്പോൾ ഈ വർഷം ഞാൻ തുടക്കത്തിലേ തുടങ്ങിയിട്ട് നമ്മൾ നീമോയിലൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ 2-3 പ്രാവശ്യം ഞാൻ പുകയൊക്കെ ഇട്ട്, ഞാൻ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പുകയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഈ പ്രാണിശല്യമൊക്കെ കുറയുന്നു. പക്ഷെ ഇവിടെ വേറെ ഒന്നിനും പ്രാണികളൊന്നും ഇല്ലയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് മുന്തിരിയുമ്പോൾ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്, അത് കാണിക്കാം. പിന്നെ
പിന്നെ ഇവിടുത്തെ പിന്നെ ഞാൻ പറഞ്ഞില്ല ആ വെള്ളയമ്മ അതുമ്മ പൂ ഉണ്ടായിട്ടില്ല. ഞാൻ ഇനി പ്രോത്സാഹനോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് ആകെക്കൂടി ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആദ്യത്തോടു കൂടി ഇവിടെ തണുപ്പ് തുടങ്ങും. അപ്പോൾ ഇനി ആകെക്കൂടി നമുക്ക് കുറച്ച് സമയമുള്ളൂ. പച്ചക്കറികൾ പയറൊക്കെയാണ് നട്ടിട്ട് ഇങ്ങനെ പൊന്തി വരണുള്ളൂ. ചൂട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊന്തും. അപ്പം കൂടുതലൊന്നും പറയണമെന്നില്ല. നമുക്ക് ഇനി അവിടെ പോയിട്ട് നമ്മുടെ ചീര പറിച്ചിട്ട് വരാം. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ട്. പിന്നെ ചിമ്പൂട്ടൻ്റെ കാര്യം നിങ്ങൾ ചിലർ ചിലക്ക് ചോദിക്കാറുണ്ട്. ചിമ്പു വന്നില്ല കേട്ടോ, ഇപ്പോൾ ചിമ്പു വരില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രീൻ ഹൗസിൽ പോയിട്ട് ചീര പറിക്കാം. നോക്കിക്കേ, നമ്മുടെ ഈ റോസുമ്മ നോക്കിക്കേ കുറേ പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. പൂ വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. എന്ത് ഭംഗിയെന്ന് പറയുന്നുണ്ട് കളറ് കാണാൻ വേണ്ടിയിട്ട്. ഡബിൾ ഷെയ്ഡ് കേട്ടോ, നല്ല മണമുള്ള പൂ കേട്ടോ. കഴിഞ്ഞ വർഷം നമുക്കിവിടെ നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. പ്രാവശ്യമൊക്കെ വിരിഞ്ഞ് വരണുള്ളൂ. ഫുള്ള് വിരിഞ്ഞ് കഴിഞ്ഞ് കാണിക്കണം. അപ്പോൾ നല്ല ഭംഗി. ചീര ഉണ്ടായിരുന്നു കേട്ടാ. ഇത് ഇവിടെ നമുക്ക് പല ടൈപ്പ് ചീരകളുണ്ട്. ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞിട്ടാ ചീര. നമ്മുടെ ഗ്രീൻ ഹൗസ് ആയതുകൊണ്ട് ഇതിനുള്ളിൽ നല്ല ചൂടാണ്. പുറത്ത് അത്രയ്ക്ക് ചൂടില്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല വെയിലായി കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ വർഷം നമുക്കിവിടെ അങ്ങനെ ചീര ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിത്ത് കിടന്നിട്ട് മുളച്ചേക്കുന്നതാ. ഇവിടെ നമുക്ക് പിന്നെ ആ സൈഡിൽ നമുക്ക് പാൽ ചീര ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് പറിക്കാറായിട്ടില്ല. ഇത് നമ്മുടെ ചുമന്ന ചീരയും പിന്നെ പച്ച ചീരയാണ്. അവിടെ ഞാനൊരു തൊട്ടി വെച്ചിട്ടുണ്ട്. ആ തൊട്ടിയിലേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ അത്ര ചൂടാണ്. ഞാൻ രാവിലെ വന്ന് എടുക്കുന്നത് വെച്ചാൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ചെറുതൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പച്ചച്ചീര മിക്സ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നമുക്കൊരു കളിക്കുള്ള ചീര ആയിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട്ടിൽ മുട്ടയുണ്ട്. മുട്ടയും ചീരയും കൂടിയിട്ട് നമുക്ക് അങ്ങനെ തോരൻ വയ്ക്കില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കോഴികൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കിയുള്ള കോഴികളൊക്കെ ഇവിടെ പുറത്തുണ്ട് കേട്ടോ. പുറത്ത് നമുക്ക് ഇതിനോട് ചേർന്നിട്ട് കൂടുണ്ടല്ലോ, അവിടെ ഉണ്ട്. അടച്ചു വയ്ക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇവർ പുറത്തേക്ക് ചാടും. പിന്നെ നമ്മുടെ ഈ കോഴി ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ ഈ കോഴി ഉണ്ടല്ലോ, ഈ കോഴി പൊരുന്തിയിരിക്കുന്നത് കേട്ടോ. 2 ദിവസമായിട്ട് ഞാൻ വൈകിട്ട് ബാക്കിയുള്ള കോഴികളെ ഞാൻ തുറന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് മുട്ട കൊത്തിക്കാൻ വേണ്ടി വയ്ക്കണമെന്നുണ്ട്. പക്ഷെ ഇതിന് മുമ്പ് ഞാനിങ്ങനെ വേറൊരു കോഴി ഇങ്ങനെ പൊരുന്തിരുന്നിട്ട് ഞാൻ മുട്ടയൊക്കെ വാങ്ങിച്ചു വെച്ചു. പക്ഷേ കോഴി ഒരാഴ്ച ഇരുന്നുള്ളൂ. ഞാൻ നല്ല വില കൂടി മുട്ടയ്ക്കാണ് ഞാൻ വാങ്ങിച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എനിക്ക് മുട്ട അങ്ങനെ കൊത്തിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി ഒരു പേടി. കാരണം ഇവർ എത്ര ദിവസം ഇരിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. അതിവിടെ ഇത് രാവിലെ ഇട്ട് വെച്ചേക്കുന്ന കേട്ടോ നമ്മുടെ കോഴി. രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം 11:30-12 മണി ആവാറായിട്ടുണ്ട്. ചിലപ്പോൾ ഇവളുടെ അടിയിൽ മുട്ട ഉണ്ടാവട്ടെ. ഇവളുടെ അടുത്ത് ഞാൻ ഇന്നലെ എടുത്തൊക്കെ എല്ലാ ദിവസം മാറ്റും. കാരണേ മാറിടി നോട്ടെ കണ്ടോ, അത് പൊരുന്തിയിരിക്കണ്ട കണ്ടേ. നോക്കട്ടെ മുട്ടയുണ്ടോന്ന്. പക്ഷെ നല്ല ഇണക്കുള്ള കോഴിയാണ്. ഒരു മുട്ട ഇരിക്കുന്നുണ്ട്. ഒരെണ്ണ അത് ഇതായിട്ട് എനിക്ക് വെച്ച് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അടയിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് താറാമുട്ടയും ഇട്ടേക്കുന്നത്. അല്ല, ഒരു താറാമുട്ടയും 2 കോഴിമുട്ടയും കണ്ടോ പൊരുന്തിയിട്ടിരിക്കുന്നുണ്ട്. അതിന് കുഞ്ഞുണ്ടായാൽ കാണാൻ നല്ല രസമാണ്. നോക്കട്ടെ, 2 ദിവസമായിട്ടുള്ളൂ പൊരുന്തി തുടങ്ങിയിട്ട്. പക്ഷേ എങ്ങാനും ഇത് എഴുന്നേറ്റ് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിച്ച മുട്ട നമുക്ക് വേസ്റ്റായി പോകുമല്ലോ. ഞാനെടുക്കും മുട്ട മാറ്റട്ടെ, അല്ലെങ്കിൽ മുട്ട ചൂട് കൊണ്ടിട്ടെ പെട്ടെന്ന് മുട്ട നാശമാവില്ല. ഇത് നമ്മുടെ ഇവിടെ പക്ഷെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത്ര കാണില്ല. ഇത് നമ്മുടെ നീല കളർ മുട്ടയായിട്ട് താറാവിൻ്റെ. ഇതും താറാവിൻ്റെ. ഇത് വെള്ള കളർ മുട്ടയാകട്ടെ. അവിടെ പിന്നെയും കയറിയിരിക്കുക. ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഇവിടെ നമുക്ക് ഓൺലൈൻ വഴി മുട്ട വാങ്ങണമല്ലോ. കാരണം ഓൺലൈൻ വഴി മുട്ടയ്ക്ക് വാങ്ങുമ്പോൾ മുട്ടയ്ക്ക് എത്തുമ്പോഴേക്കും കുറച്ച് ദിവസം എടുക്കും. ഈ റോസുമ്മയ്ക്ക് നോക്കിക്കേ നിറച്ചും പൂവുണ്ടായിട്ടുണ്ട്. ഇനിയാണിപ്പോൾ ഭയങ്കര സൺലൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്കാണ്ട് ക്ലിയർ ആവണില്ല എന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള പൂ കേട്ടോ അത്.
പിന്നെ അവിടെ നോക്കിയാൽ നമുക്കൊരു മഞ്ഞ റോസ് ഉണ്ട്. അതുമേയും എല്ലാത്തുമേയും പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും നല്ല പൂവാട്ടോ, നല്ല പൂവ. ഇത് നോക്കിക്കുക, ഇതുണ്ട് കേട്ടോ. ഇത് നല്ല രസമല്ലേ? ഇത് എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക, ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. ഇതും ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിവിടെ തോട്ടത്തിൽ നമ്മൾ നിറച്ചും സീനിയൊക്കെ നിറച്ചും വെച്ചിട്ടുണ്ട്. അതൊന്നും ഉണ്ടായി വന്നു തുടങ്ങിയിട്ടില്ല. പിന്നെ നമുക്കിത് അവിടെ റോസുമ്മ നമുക്കവിടെ കുറേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ കോഴിയുടെയും താറാവിൻ്റെയും മുട്ട. ഇപ്പം ചൂടൊക്കെ തുടങ്ങിയപ്പോൾ നമ്മുടെ കോഴികളും താറാവുകളൊക്കെ എല്ലാ ദിവസവും ഇപ്പോൾ മുട്ട ഇടുന്നുണ്ട്. തണുപ്പൊക്കെ വരുമ്പോൾ ഒരു മുട്ടയ്ക്കിടൽ വളരെ കുറവാണ്. ഇതിനകത്ത് പല കളറ് മുട്ടയുണ്ട്. ഇത് നമ്മുടെ നീല കളറ് മുട്ടയിട്ടാ നമ്മുടെ താറാവ് ഇടുന്ന മുട്ടയാണ്. പിന്നെ കോഴിയുടെ മുട്ട. പിന്നെ ഉണ്ടല്ലോ, ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ വാങ്ങിച്ചിട്ടില്ലേ, അതായിരുന്നാലും പല കളറുകളും മുട്ടയിടുന്നത് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ മുട്ടയിടുന്നതുണ്ട്. പിന്നെ ഇതേപോലത്തെ തന്നെ നീല കളർ മുട്ടയിടുന്നതുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഒരു കോഴി ഉണ്ടായിരുന്നില്ലേ, ടുട്ടുമോളെന്ന് പറഞ്ഞിട്ട്, അവൾ ആദ്യമായിട്ട് മുട്ടയ്ക്കിട്ട നല്ല ഒരു മെറൂൺ കളർ പോലത്തെ റെഡ് പോലെ ഇരിക്കുന്ന മുട്ടയ്ക്ക് അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ മുട്ടയിടുന്ന ഒരു കോഴിയുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ അവർ മുട്ടയിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പല വെറൈറ്റി ആയിട്ടുള്ള മുട്ടകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ചീരയും പിന്നെ മുട്ടയും കൂടി കൊണ്ടുപോയിട്ട് നമുക്ക് മുട്ടയും പിന്നെ ചീരയും കൂടിയിട്ട് നമ്മളിങ്ങനെ ചിക്കി പൊരിച്ചിട്ട് ഇങ്ങനെ എടുക്കില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങേനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം തേങ്ങയ്ക്ക് പകരം മുട്ടയിട്ടിട്ട് നമ്മൾ ചിക്കിയിട്ട് എടുക്കില്ലേ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് നമുക്ക് റെഡിയാക്കാം. പിന്നെ ഞാൻ പരിപ്പൊക്കെയാണ് കാച്ചുന്നത്. പിള്ളേർക്ക് നീയ്ക്ക് കൂടുതൽ ഇഷ്ടം പരിപ്പാണ്. പിന്നെ ചാള വറക്കണം, അതൊക്കെ ഇന്നത്തെ കറിയില്ല. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചത്, പിന്നെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഞാനൊന്ന് കാണിക്കാം. ഈ മുട്ടയ്ക്കൊക്കെ ആയിരുന്നാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, പുഴുങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുഴുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് നമ്മുടെ കറി നമുക്ക് റെഡിയാക്കാം. ചീര ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ചീര ഉണ്ടല്ലോ, പറിച്ചപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളിരുന്നത്. പെട്ടെന്ന് പാടുട്ടാ. ഞാൻ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീര എന്താണെന്നറിയില്ല, ഇത്രയ്ക്ക് പെട്ടെന്ന് പാടണം. കാരണം അത് ഗ്രീൻ ഹൗസിൽ നിൽക്കുന്നത് നല്ല ചൂടത്താണ് അത് നിൽക്കുന്നത്. പക്ഷെ പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത്രയ്ക്ക് ചൂടൊന്നുമില്ല. പക്ഷെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീരയൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് മിക്കപ്പോൾ റോഡ് സൈഡിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങാറുണ്ടല്ലോ. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ ചീര വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ എപ്പോഴും ഇങ്ങനെ പാടാണ്ടിരിക്കും. കാരണം അവർ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ടോ ഇല്ലല്ലോ, എന്താണെന്ന് പറഞ്ഞൂടാ. ഇത് നോക്കി ഇപ്പോൾ പറിച്ചുകൊണ്ടുവന്ന ചീരയാണ് ഈ കാണുന്നത്. ഇതാകെ പാടി. ഞാനിത് കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ ചോറ് വെച്ചിട്ടില്ല. അപ്പം നമ്മുടെ കുത്തരിയാണ് സാധാരണ ഞങ്ങൾ വെക്കാറുള്ളത്. അപ്പം അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ചീര നമുക്ക് നല്ല നെരുന്നിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ ചോറ് കുക്കറിലാട്ടാ വെക്കാറ്. കുക്കറിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്റ്റീം മുഴുവൻ പോയി കഴിയുമ്പോൾ തുറക്കും. അപ്പോൾ ചോറൊട്ടിങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാണ്ട് നന്നായിട്ട് കിട്ടും. പിന്നെ കുക്കറിലേക്ക് ആയിരുന്നാലും കുറച്ച് അരി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറേ അരി ഇട്ടിട്ട് പിന്നെ അപ്പം നമുക്ക് കുറച്ച് വെള്ളമല്ലേ ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ചോറ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം കൂറ്റി കഴിയുമ്പോൾ ആകെ പശ പോലെ ഇട്ടും. ഇതിപ്പോൾ കുറച്ച് ചോറ് കുറച്ച് അരി ഇട്ടിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ചോറ് ഊറ്റി എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒട്ടിങ്ങനെ പശ പോലെ അങ്ങനെ ഒട്ടണ പോലെയൊന്നും കിട്ടാറില്ല. ശരിക്കും നമ്മൾ അടുപ്പത്ത് വെക്കുന്ന പോലെയിട്ടാണ് കിട്ടാറുള്ളത്. അതിനകത്ത് നമ്മുടെ പച്ചച്ചീരയുണ്ട്, ചുമന്ന ചീരയുണ്ട്. പച്ചച്ചീരേനെ സത്യം പറഞ്ഞാൽ കാണാനില്ല. പിന്നെ നമുക്ക് അവിടെ പാൽച്ചീര ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പാൽച്ചീര നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക്
അത് ഞാൻ അധികം അങ്ങനെ പറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വലുതായി അതുമ്മ ഇങ്ങനെ നിറച്ചിങ്ങനെ പ്രാണികളൊക്കെ വന്നിട്ട് ചീര അങ്ങനെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല. പാൽച്ചീര അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം കൊണ്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പാൽച്ചീര എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് കാണുന്നത്. എങ്ങനെ ഇരിക്കണേന്ന് എനിക്കറിയില്ലായിരുന്നു. പാൽച്ചീര എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ തണ്ട് ഞാൻ കാണിച്ചു തരാം. പുറത്തേക്ക് നല്ല പച്ച കളറായിരിക്കും, തണ്ട് ശരിക്കും നല്ല പാലിൻ്റെ നല്ല വെള്ള കളറായിരിക്കും. അതുകൊണ്ടാണ് എനിക്കാണ് അതിന് പാൽച്ചീര എന്ന് പേര് വന്നത്. പുറത്ത് വെയിലിന് പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷെ വെയിലിനാണ് ചൂട്, നല്ല സണ്ണപ്പോൾ അവിടെ. തള്ളത്തേക്ക് നീങ്ങി നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത്ര നല്ലൊരു വെതറാണ്. പക്ഷെ പുറത്ത് നിന്നിട്ട് വേർക്കൊന്നുമില്ല, പക്ഷെ ചൂടായിരുന്നു. ഞാൻ വലം നീങ്ങുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് പുറത്തേക്ക് പോയി. ഇതാകുമ്പോൾ പിന്നെ ഇതുമ്പോൾ മണ്ണൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ ചീര പറിക്കുന്നതാണ് പ്രോത്സാഹനം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണമെന്ന്. പക്ഷേ ഇത് ഗ്രീൻ ഹൗസിലായതുകൊണ്ടേ പിന്നെ അതുമേക്ക് അധികം ഇങ്ങനെ മണ്ണൊന്നും അധികം ഒന്നും അങ്ങനെ വീഴണമെന്നില്ല. കട്ട് ചെയ്തിട്ടിട്ട് കേട്ടോ. ആസ്പിൻ എപ്പോൾ അകത്തേറി? ആസ്പിൻ നീ എത്തിയാ? നമ്മുടെ നീയ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആസ്പിൻ നീയനെ നോക്കിയിരിക്കുന്നു കേട്ടോ. ഈ കാണുന്നുണ്ട് അലീന അവിടെ ഉണ്ട്. നമ്മുടെ ചീര കട്ടിങ്ങൊക്കെ നമ്മളിവിടെ നിർത്തി വെച്ചേക്കാണ്. നീയ ഇപ്പോൾ വരെയായിരിക്കും. ആസ്പിൻ ഇപ്പോൾ നീയനെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. ആള് പുറത്തായിരുന്നു, ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതാ. കണ്ടില്ലേ അപ്പോൾ അവൻ? നീയനെ കണ്ടിട്ടില്ല. ആസ്പിൻ ചെല്ല്. എന്താ I think he's scared of the bat. Aspen! Oh. You can say hi. Aspen? No. No. Just bend down. അവൻ പുറത്തേക്ക് പോകാൻ നിൽക്കണേ. നല്ല ഐറ്റിങ്ങില്ല. അപ്പോൾ വിട്ടോട്ടി പുറത്തേക്ക് പോകട്ടെ. No. അപ്പോൾ പോയിട്ട് വേഗം വരും. വീട് വീട് എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കഴിഞ്ഞില്ല. നീ വന്നു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിസ്സ പിന്നെ വേറെ കണ്ടിട്ടുണ്ടല്ലോ. Hi Papa! Apa du charger now? മുടിയ പിസ്സ. Yeah. Really interesting now. ടേസ്റ്റ് ഉണ്ട്. എൻ്റെ തല കണ്ടില്ല. തല I don't like sweet stuff usually. Gick nå. നിന്ന് നോക്കി. Börja utan. Målar du Julie? തിരിച്ച് റോസ് മതി അല്ലേ Tartu? കുറച്ചുകൂടി ഞാൻ ക്യാമറ വൈഡാക്കി I'm just gonna. റെക്കോർഡ് ഓഫ് ചീരയും കണ്ടു. How turn this off? You know fucking I don't know how to use this. അപ്പൊ നീ എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം എനിക്ക് അങ്ങനെ ഇപ്പോൾ സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോറ് അടുപ്പത്തായിട്ടുള്ളൂ. ചീര പക്ഷെ പെട്ടെന്ന് വേവിട്ടോ. പിന്നെ മീൻ വറക്കണം. അതായത് 2 മണിക്കാൻ പറ്റും, ചോറിനാൻ പറ്റുമെന്ന് വിചാരിക്കും. അത് ചീര കുറച്ച് കുറച്ചിട്ടാ പീനോസി നല്ല കിളുന്ത് ചീര കേട്ടാ. അതുകൊണ്ട് തന്നെ പിന്നെ അധികം ഇതിൻ്റെ ഈ തണ്ടിന് അധികം ഇങ്ങനെ കട്ടി വെച്ചിട്ടില്ല. നല്ല കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല നിരം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എത്ര മണിക്ക് പോന്നെ ഇവിടുന്ന്? 8 മണിക്ക് ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഞാൻ 6 മണിക്ക് ഇറങ്ങിയെന്ന്. ഓ ഇറങ്ങേണ്ടതായിരുന്നു. നേരം വൈകിയപ്പോ എന്നിട്ടിപ്പോ എന്റെ ഫോണിന്റെ അലാറം ഒന്നും ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോ 6 മണിയായി. അതിന്റെ കുറച്ചൊരു സ്ഥലം തിന്നാണ്ടായിരുന്നു. അപ്പൊ അത് തിന്നാനിട്ടു. It's washed, but need dry. It dry for a little time, not long enough. നമ്മുടെ ചീര തോരൻ റെഡിയാക്കാം കേട്ടാ. ഞാൻ എഴുന്നേറ്റ് വിചാരിച്ചു നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ വേണ്ട, വണ്ടി ഓടിക്കായിരിക്കും വിചാരിച്ചു. ഫോണ് ഓഫായിരുന്നു. ട്രാഫിക് ഉണ്ടായില്ല എന്നാണല്ലേ? ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലായിടത്തും റോഡ് പണിയുടെ സമയമാണല്ലോ.
അവിടെ ഇവിടുത്തേനേക്കാളും ചൂടുണ്ട് അപ്പോൾ സെയിം ആയിരിക്കും. ഈ ചെടികളൊക്കെ എന്തായി? ഈ ടീച്ചറിനെ വെച്ച ബേസിൽ ഞാൻ ഉണ്ടാക്കിയതാ. ഓ നിന്റെ വീട്ടിലുണ്ടായതാ? അപ്പൊ അതിന്റെ ഒരു ചെറിയ തയ്യ കൊണ്ട് വന്നപ്പോ കൊണ്ടായിരുന്നു തയ്യേ. റോസ്മേരി ഉണ്ടാ? റോസ്മേരി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു. നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു റോസ്മേരി. അപ്പൊ നമ്മുടെ ചോറ് വെന്തോട്ടാ. പിന്നെ നീക്ക് പരിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് പരിപ്പ് അടുപ്പത്തിട്ടിട്ടുണ്ട്. മീൻ വറക്കണം. അയ്യോ, ഇത് നമ്മുടെ ഓറഞ്ച് കളറുള്ള പരിപ്പുണ്ടല്ലോ അതാട്ടാ. ഞാൻ വിസിൽ വരുത്തണില്ല, പെട്ടെന്ന് വേഗം ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ ചീര മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നീക്ക് മീൻ എന്ത് വേണം? ചാള വേണോ അയില വേണോ? ചാള കൂടി ഒരെണ്ണായിട്ടേ ഉള്ളൂ. പിന്നെ അയിലുണ്ട്, പിന്നെ സാമണുണ്ട്. ഉള്ളതൊക്കെ ഞാൻ മുളക് പറ്റി വെച്ചിട്ടുണ്ട്. ഏത് എല്ലാം വറക്കുന്നുണ്ട്? അല്ല അല്ല, ഏതാ വേണമെന്ന് വെച്ചാൽ വറക്കാം. എല്ലാം കുറേശ്ശേ ഉള്ളൂ. സാമ മതിയാ? സാമണാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. അതിന് അടുത്തത് നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അതിനകത്ത് പലതരത്തിലുള്ള മീനുകളുണ്ട്. ഈ മീനുകളൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കണുണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും സാമണാണ് ഇഷ്ടം, പക്ഷെ നീക്ക് ചാളയാണ് ഇഷ്ടം. എനിക്കും സാമണേക്കാളും കൂടുതൽ ഇഷ്ടം ചാളയാണ്. പിന്നെ ഞാൻ അയിലുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ പരിപ്പ് കാച്ചാൻ വേണ്ടിയിട്ട് പോകട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഇടുന്നുണ്ട്. ഇങ്ങനെ പരിപ്പ് കാച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ശരിക്കും. ജീരകം നന്നായിട്ടൊന്ന് മൊരിഞ്ഞോട്ടെ. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും. വെളുത്തുള്ളി ചതച്ചിട്ട് ഇടരുത് കേട്ടോ, അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടണം. അങ്ങനെ നിങ്ങൾ പരിപ്പ് കാച്ചി നോക്കിക്കോട്ടെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളി നന്നായിട്ട് മുരിയണം. ഇപ്പം ചോറിനുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കാച്ചിയത്, ചീര, മീൻ വറുത്തത്, പിന്നെ അച്ചാർ. മുട്ട പൊരിച്ചത് വേണോ നീയ? വേണ്ട, വൈകുന്നേരം അതിനകത്ത് മുട്ട ഇട്ടിട്ടുണ്ട്. അത് ലീന ലീന പപ്പേനെ വിളിച്ചേ ചോറിനെ. ചോറിനാ പപ്പേനെ വിളിക്ക്. കറികൾ തന്നെ ഉണ്ട് നീ? ടേസ്റ്റ് മത്തിയിട്ടുണ്ട് ചാള. ഇതിനൊരു കുഷനുണ്ട്, അത് മാറ്റി വെച്ചാ ഈ പോളം കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചു. അവന് അതിനകത്ത് കയറ്റിയിട്ട് ആട്ടി ഓർക്കണം. കൊച്ചിനങ്ങനെ ഓർക്കണം. സ്പിൻ